വാഗൺ ട്രാജഡിക്ക് 99 വയസ്സ്. മലബാറിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള തടവുകാരെ ബ്രിട്ടീഷുകാർ വായുസഞ്ചാരമില്ലാത്ത വാഗണിൽ കുത്തിനിറച്ച് കൊണ്ടുപോയതുമൂലം 70 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുന്നു. വാഗൺ ട്രാജഡിക്ക് 99 വയസ്സ് പൂർത്തിയായി. മലബാറിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള തടവുകാരെ ബ്രിട്ടീഷുകാർ വായുസഞ്ചാരമില്ലാത്ത വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയതുമൂലം 70 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. 1921 നവംബർ 19 വൈകിട്ട് 7 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്നത്തെ മദ്രാസ് മെയിലിൽ ഘടിപ്പിച്ച വാഗണിൽ കൊണ്ടുപോയവരാണ് ദുരന്തത്തിനിരയായത്. 20 പുലർച്ചെ കോയമ്പത്തൂരിന് സമീപത്തെ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഗൺ തുറന്നപ്പോഴാണ് ദുരന്തത്തിന്റെ ഭീകരത ലോകമറിഞ്ഞത്. ശ്വാസം മുട്ടിയും ദാഹിച്ചു വലഞ്ഞും മരണവെപ്രാളത്തിൽ പരസ്പരം കടിച്ചും മാന്തിയും ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. വിവിധ കുറ്റങ്ങൾ ആരോപിച്ച മലബാറിലെ വിവിധയിടങ്ങളിൽ നിന്ന് പിടികൂടി തമിഴ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയ 100 തടവുകാരായിരുന്നു വാഗണിലുണ്ടായിരുന്നത്. പോത്തന്നൂരിൽ വെച്ച് തന്നെ 54 പേരും ആശുപത്രിയിലും മറ്റുമായി 16 പേരും മരിച്ചെന്നാണ് ചരിത്രം. തിരൂർ ടൗൺ ഹാളിനോട് ചേർന്നുള്ള വാഗണിന്റെ രൂപമാതൃകയിലുള്ള നിർമ്മിതി മാത്രമാണ് ഇന്നുള്ള പ്രധാന സ്മാരകം. മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിലും വാഗൺ ട്രാജഡി ഓർമ്മ മന്ദിരങ്ങളുണ്ട്. 99 വർഷങ്ങൾക്ക് മറ്റൊരു നവംബർ 20 കടന്നെത്തുമ്പോൾ സമരങ്ങളെ കലാപങ്ങളായും രക്തസാക്ഷികളെ കലാപകാരികളായും വിലയിരുത്തുന്നുണ്ട് ഒരു ചെറിയ വിഭാഗം. അത്തരം വാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ സ്മരിക്കാം ഈ നാടിനു വേണ്ടി പോരാടി മരിച്ച ധീര പോരാളികളെ ഓർത്ത്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.